നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മോസ്ഫെറ്റ് സ്മോൾ സിഗ്നൽ ഇക്വലൻറ്റ് മോഡലാണ്. സോ ഒരു മോസ്ഫെറ്റ് ഒരു ആംപ്ലിഫയർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓപ്പറേറ്റഡ് ഇൻ സാച്ചുറേഷൻ റീജിയൻ. സോ സാച്ചുറേഷൻ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ നമുക്കൊരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ അതുപോലെ തന്നെ നമുക്കറിയാം FET ബിഹേവ്സ് ആസ് എ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. സോ ഈ ഒരു കൺസെപ്റ്റ്, ഈ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഈ ഒരു സ്മോൾ സിഗ്നൽ ഇക്വലൻറ്റ് മോഡൽ പഠിക്കുന്നത്. അതിൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സും ഏതൊക്കെ റീജിയൻ ഓഫ് ഓപ്പറേഷനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ നമുക്കറിയാം FET ബിഹേവ്സ് ആസ് എ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. സോ ഇതാണ് നമ്മുടെ ഇവിടെ സ്മോൾ സിഗ്നൽ ഇക്വലൻറ്റ് മോഡൽ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ആക്സെപ്റ്റ്സ് എ സിഗ്നൽ VGS ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് സോഴ്സ്. സോ നമുക്കിവിടെ ഒരു സ്മോൾ സിഗ്നൽ വാല്യൂ VGS ഇവിടെ കാണാം. സോ ഇറ്റ് ആക്സെപ്റ്റ്സ് എ സിഗ്നൽ VGS ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് സോഴ്സ് ആൻഡ് പ്രൊവൈഡ്സ് എ കറണ്ട് GM VGS അറ്റ് ദ ഡ്രെയിൻ ടെർമിനൽ. സോ ഈ ഐഡിയുടെ വാല്യൂ നമ്മൾ ട്രാൻസ് കണ്ടക്റ്റൻസിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ദ ID വാല്യൂ വിൽ ബി ഈക്വൽ ടു GM VGS. സോ ആ ഒരു GM VGSന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രെയിൻ കറണ്ട് നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ആക്സെപ്റ്റ്സ് എ സിഗ്നൽ VGS ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് സോഴ്സ് ആൻഡ് പ്രൊവൈഡ്സ് എ കറണ്ട് GM VGS അറ്റ് ദ ഡ്രെയിൻ ടെർമിനൽ. സോ ഇവിടെ ഐഡിയുടെ വാല്യൂ ആണ് ഈ GM VGS ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസ് നമുക്കറിയാം ഇറ്റ് ഈസ് വെരി ഹൈ ആൻഡ് ഐഡിയലി ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ലുക്കിംഗ് ഇൻ ടു ദ ഡ്രെയിൻ ഈസ് ഓൾസോ ഹൈ, ഐഡിയലി ഇൻഫൈനൈറ്റ്. സോ ഇത് വെച്ചിട്ട് നമ്മൾ സ്മോൾ സിഗ്നൽ ഇക്വലൻറ്റ് മോഡൽ വരയ്ക്കാൻ പോവാണ്. സോ നമ്മുടെ ടെർമിനൽസ് ഗേറ്റ്, സോഴ്സ്, ഡ്രെയിൻ. സോ നമ്മുടെ കറണ്ട്, ഡ്രെയിൻ കറണ്ടാണ് നമ്മളൊരു കറണ്ട് സോഴ്സ് വെച്ചിട്ട് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുവാണ് GM VGS. നമ്മൾ പറഞ്ഞു FET ക്യാൻ ബിഹേവ് ആസ് എ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മുടെ കറണ്ട് സോഴ്സ് GM VGS മാർക്ക് ചെയ്തേക്കുവാണ്. സോ ഈ ഒരു സ്മോൾ സിഗ്നൽ ഇക്വലൻറ്റ് സർക്യൂട്ട്, സോ ഇത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VGS നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ആ ഒരു സ്മോൾ സിഗ്നൽ വോൾട്ടേജാണ് VGS എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ സ്മോൾ സിഗ്നൽ ഇക്വലൻറ്റ് സർക്യൂട്ട്. ഇത് നമ്മൾ ചാനൽ ലെങ്ത് മോഡുലേഷൻ നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. സോ ചാനൽ ലെങ്ത് മോഡുലേഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ R0 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസും കൂടെ നമ്മൾ R0 അല്ലെങ്കിൽ RD എന്നും പറയും, സ്മോൾ R0 അല്ലെങ്കിൽ ആ ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ R0 എന്ന് പറയുന്ന വാല്യൂ, R0 എന്ന് പറയുന്നത് ശരിക്കും ഡോ ID ബൈ ഡോ VDS ദ ഓൾ ഇൻവേഴ്സ്. സോ ഈ വാല്യൂ ആണ് ശരിക്കും R0 എന്ന് പറയുന്നത്. സോ ശരിക്കും ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്ത് നമ്മൾ ഡ്രെയിൻ കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ID ഈസ് ഈക്വൽ ടു 1/2 μN COX W/L ഇൻറ്റു VGS മൈനസ് VT ഇത് ഓൾ സ്ക്വയർ. ഇതാണ് സാച്ചുറേഷൻ കറണ്ട് ഇക്വേഷൻ. ഇതിൻ്റെ കൂടെ നമ്മൾ ചാനൽ ലെങ്ത് മോഡുലേഷനോടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻറ്റു 1 + λ VDS ഈ ഒരു ടേമും കൂടെ വരും. സോ ഇതിനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണെങ്കിൽ ഡോ ID ബൈ ഡോ VDS ചെയ്യുമ്പോൾ സോ നമുക്ക് കിട്ടുന്നത് വിത്ത് റെസ്പെക്ട് ടു VDS ആണ്. സോ ഈ ഒരു വാല്യൂ 1/2 μN COX ഇത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/2 μN COX W/L VGS മൈനസ് VT ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറയുന്നത് ആ ഫസ്റ്റ് ടേം തന്നെ ആയിരിക്കും. VT ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇത് വീണ്ടും ഒന്ന് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ 1/2 μN COX W/L ഇൻറ്റു VGS മൈനസ് VT ദ ഹോൾ സ്ക്വയർ ഇൻറ്റു λ VDS. സോ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടില്ല. സോ ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തതാണ്. എന്നിട്ട് നമ്മൾ ഡോ ID ബൈ ഡോ VDS ചെയ്യുക. ഡോ ID ബൈ ഡോ VDS ചെയ്യുമ്പോൾ ഇത് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു VDS നോക്കുവാണെങ്കിൽ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ 0 പ്ലസ് ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു VDS നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1/2 μN COX W/L VGS
മൈനസ് വി ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ലാംഡ എന്നൊരു വാല്യൂ കിട്ടും. സോ ഇതാണ് ഡോ ഐ ഡി ബൈ ഡോ വി ഡി എസ്. സോ നമുക്കിവിടെ ആർ സീറോയുടെ എക്സ്പ്രഷൻ എഴുതുവാണെങ്കിൽ ഇതിനെ നമുക്ക് ഡോ ഐ ഡി ബൈ ഡോ വി ഡി എസിൻ്റെ ഇൻവേഴ്സ് ആണ് ശരിക്കും നമുക്ക് ആർ സീറോ എന്ന് പറയും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1/1/2 mu n cox w by l into vgs minus vt the whole square into lambda. സോ ഇത് സാച്ചുറേഷനിലുള്ള ഡ്രെയിൻ കറണ്ടിൻ്റെ ഇക്വേഷൻ ആണ്. സോ നമുക്ക് പറയാം ഫോർ സ്മോൾ വാല്യൂ ഫോർ ദ സ്മോൾ ലാംഡ വാല്യൂ ഫോർ നമ്മൾ ചാനൽ ലെങ്ത് മോഡുലേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ലാംഡ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പ്രഷനെ ആർ സീറോ എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷനെ നമുക്ക് അപ്പോൾ ചാനൽ ലെങ്ത് മോഡുലേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്മോൾ വാല്യൂ ആണ്. സോ ഫോർ സ്മോൾ ചാനൽ ലെങ്ത് മോഡുലേഷൻ എഫക്റ്റ് so this expression R0 can be approximated as 1 so ഇത് ഐ ഡി ആണ്. സോ ലാംഡ ഐ ഡി എന്ന് നമുക്ക് ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതാം. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ആർ സീറോ. സോ ചാനൽ ലെങ്ത് മോഡുലേഷനോടെ കൺസിഡർ ചെയ്താൽ ആർ സീറോയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/λ ഐ ഡി ആണ്. സോ ഈ ഒരു എക്സ്പ്രഷൻ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ആർ സീറോ എന്ന് പറയുന്നൊരു പാരാമീറ്ററും കൂടെ നമ്മൾ സ്മോൾ സിഗ്നൽ മോഡലിൽ കൺസിഡർ ചെയ്യണം. അല്ലാത്തപ്പോൾ നമ്മൾ ഈ ഒരു സർക്യൂട്ടാണ് യൂസ് ചെയ്യുന്നത് GM-VGS. സോ ആ ഒരു വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് FETയുടെ ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്മോൾ സിഗ്നൽ. സോ ഇനിയിപ്പോൾ കോമൺ സോഴ്സ് ആംപ്ലിഫയർ പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഒരു മോസ്ഫെറ്റിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് ഈ ഒരു മോഡൽ വെച്ചിട്ടാണ്. ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ മോഡൽ, അതല്ലെങ്കിൽ ഈ മോഡൽ. സോ ഇത് വെച്ചിട്ടുള്ള ഒരു മോഡലായിരിക്കും നമ്മൾ മോസ്ഫെറ്റിന് പകരം യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്കൊരു കോമൺ സോഴ്സ് ആംപ്ലിഫയറിലേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ കോമൺ സോഴ്സ് ആംപ്ലിഫയർ. സോ ഇവിടെ നമ്മൾ കോമൺ എമിറ്റർ ആംപ്ലിഫയർ അവിടെ പഠിച്ചതുപോലെ BJTക്കകത്ത് പഠിച്ചതുപോലെ തന്നെ ഇവിടെ നമ്മൾ കോമൺ സോഴ്സ് കോൺഫിഗറേഷൻ. അപ്പോൾ ശരിക്കും മോസ്ഫെറ്റിന് 3 കോൺഫിഗറേഷൻസ് വരുന്നുണ്ട്. കോമൺ സോഴ്സ്, കോമൺ ഡ്രെയിൻ ആൻഡ് കോമൺ ഗേറ്റ് കോൺഫിഗറേഷൻ. എമിറ്റർ ബേസ് കളക്ടർ BJTയുടെ കേസിൽ പഠിക്കുന്നത് പോലെ ഇവിടെയും കോമൺ സോഴ്സ്, കോമൺ ഗേറ്റ്, കോമൺ ഡ്രെയിൻ, ഇങ്ങനെ 3 കോൺഫിഗറേഷൻ വരുന്നുണ്ട്. സോ അതിൽ നമുക്ക് കോമൺ സോഴ്സ് കോൺഫിഗറേഷൻ മാത്രമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഈ ഫിഗറാണ് നമ്മൾ കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ CS എന്ന് പറയുന്നത് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആണ്. ഇൻപുട്ട് സിഗ്നൽ VI കൊടുത്തിട്ടുണ്ട്. RG എന്ന് പറയുന്നത് ഗേറ്റ് റെസിസ്റ്റൻസ് ആണ്. ആ ഗേറ്റിന് അക്രോസ് ഉള്ള ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ആണ്. ശരിക്കും നമുക്കിവിടെ R1 R2 എന്ന് കൊടുക്കാം. ആ R1 R2നും ഇക്വലൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് RG. സോ RG ക്യാൻ ബി റിട്ടൺ ആസ് R1 പാരലൽ R2. സോ നമ്മൾ ആ ഒരു ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് തന്നെയാണ് നമ്മൾ RG ആയിട്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. സോ നമുക്കിൻ്റെ അനാലിസിസ് പാർട്ടിലേക്ക് പോവാം. സോ നമുക്ക് മെഷർ ചെയ്യേണ്ടത് ഈ ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻ്റെ സ്മോൾ സിഗ്നൽ അനാലിസിസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ആ ഒരു സ്മോൾ സിഗ്നൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസും വോൾട്ടേജ് ഗെയിൻ, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇതൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. സോ നമുക്കറിയാം ഇവിടെ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഗേറ്റിലേക്കാണ്. സോ വി ക്യാൻ റൈറ്റ് ദ ഇൻപുട്ട് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ദ ഗേറ്റ്. The input signal is applied to the gate terminal. So ആ ഗേറ്റിലേക്കാണ് നമ്മൾ ഇൻപുട്ട്, ഇത് നമ്മുടെ ഡ്രെയിൻ ആണ്, ഇത് നമ്മുടെ സോഴ്സ് ആണ്. സോ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഗേറ്റിലേക്കാണ്. ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് ഡ്രെയിനിൽ നിന്നാണ്. ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം drain. സോ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഓരോ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് CS-ഉം CD എന്ന് പറയുന്ന 2 കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ സോഴ്സ്
ആ ഇൻപുട്ട് സിഗ്നൽ കണക്ട് ചെയ്തേക്കുന്നത് ഡയറക്റ്റ്ലി കപ്ലിംഗ് കപ്പാസിറ്റേഴ്സിലേക്കാണ്. ഇവിടെ ഒരു സോഴ്സ് റെസിസ്റ്റൻസ് ഉണ്ട്, അത് നമ്മളത് നെഗ്ലക്റ്റ് ചെയ്തേക്കുവാണ്. ഇത് നമുക്ക് ഇതിൻ്റെ അനാലിസിസിലേക്ക് പോവാം. സോ ഇതിൻ്റെ സ്മോൾ സിഗ്നൽ അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ BJTക്കകത്തൊക്കെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ചില അപ്രോക്സിമേഷൻസ് ഉണ്ട്. ഇവിടുത്തെ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്, the reactance of coupling capacitors is very small. So ഈ കപ്ലിംഗ് കപ്പാസിറ്റർ CS CD ഇതിൻ്റെയൊക്കെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വളരെ ചെറുതാണ്, അല്ലെങ്കിൽ വെരി സ്മോൾ ആണ്. സോ ആ റിയാക്റ്റൻസ് XC എന്ന് പറയുന്ന വാല്യൂ വളരെ ചെറുതാണ്. സോ നമുക്ക് അവിടെ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റൻസിനെ നമുക്ക് ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. സോ റിയാക്റ്റൻസ് സ്മോൾ മീൻസ് ദീസ് കപ്പാസിറ്റൻസ് ആക്ട് ആസ് ഷോർട്ട് സർക്യൂട്ട്. സോ ഈ കപ്പാസിറ്റൻസും ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ദെൻ അതുപോലെ തന്നെ ഇൻ്റർ ഇലക്ട്രോഡ്, സോ ഈ മോസ്ഫെറ്റിൻ്റെ ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ്, സോ ആ ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് എന്നൊക്കെ നമുക്ക് പറയാം. ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് reactance. So inter-electrode capacitance reactance of MOSFET is very high. So they act as open circuit. സോ നമ്മൾ ഈ സ്മോൾ സിഗ്നൽ അനാലിസിസ് ചെയ്യുമ്പോൾ ഈ പോയിൻറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതുപോലെ തന്നെ നമ്മുടെ മോസ്ഫെറ്റിനെ നമുക്ക് അതിൻ്റെ സ്മോൾ സിഗ്നൽ ഇക്വലൻ്റ് മോഡൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. മോസ്ഫെറ്റ് റീപ്ലേസ്ഡ് ബൈ സ്മോൾ സിഗ്നൽ ഇക്വലൻ്റ് മോഡൽ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ സ്മോൾ സിഗ്നൽ ഇക്വലൻ്റ് സർക്യൂട്ട് വരയ്ക്കാൻ പോകുന്നത്. സോ ഞാൻ ആ ഒരു സ്മോൾ സിഗ്നൽ ഇക്വലൻ്റ് സർക്യൂട്ടോട് വരയ്ക്കാൻ പോവാണ്. സോ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മോസ്ഫെറ്റിനെ നമ്മൾ അതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ്. സോ മോസ്ഫെറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആ ഒരു ഇക്വലൻ്റ് സർക്യൂട്ട്, ഈ ഒരു ഇക്വലൻ്റ് സർക്യൂട്ട് ഇപ്പോൾ നമ്മൾ ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്തിട്ടുള്ള ആ ഒരു സർക്യൂട്ട് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ചാനൽ ലെങ്ത് മോഡുലേഷനോടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഇക്വലൻ്റ് സർക്യൂട്ട് ഞാൻ വരയ്ക്കുവാണ്. സോ ദിസ് ഇസ് ഗേറ്റ്. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു സെയിം സർക്യൂട്ട് ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്യുവാണ്. സോ ഗേറ്റ് ഉണ്ട്, സോഴ്സ്, ഡ്രെയിന്, GM VGS R0. സോ ഈ ഒരു സർക്യൂട്ട് തന്നെയാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. സോ ഇത് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. സോഴ്സ് കോമൺ സോഴ്സ് ആണ്. സോ കോമൺ സോഴ്സ് മീൻസ് സോഴ്സ് ഗ്രൗണ്ട് ചെയ്യുക. ഇത് GM VGS ആണ്. ഇവിടെ നമ്മൾ R0 എന്നോ RD എന്നോ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് R0. സോ ദിസ് ഇസ് ദ ഗേറ്റ് ടെർമിനൽ, ദിസ് ഇസ് ദ സോഴ്സ് ടെർമിനൽ. അതുപോലെ തന്നെ നമുക്ക് ഈ പോയിൻ്റ് നമുക്ക് ഡ്രെയിൻ ടെർമിനലായിട്ട് എടുക്കാം. സോ ഇവിടെ വരുന്ന വോൾട്ടേജ് VGS ആണ്. സോ VGS. സോ ഇതാണ് നമ്മുടെ ഇക്വലൻ്റ് സർക്യൂട്ട്, മോസ്ഫെറ്റിൻ്റെ ചാനൽ ലെങ്ത് മോഡുലേഷൻ. അപ്പോൾ മോസ്ഫെറ്റിനെ റീപ്ലേസ് ചെയ്ത് ഇങ്ങനെ വരച്ചു. സോ ഇനി നോക്കാം. ഇനി നമുക്ക് ഗേറ്റ് നോക്കുവാണെങ്കിൽ ഗേറ്റിൽ RG എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ ഉണ്ട്. RG എന്ന് പറയുന്നത്, അപ്പോൾ മോസ്ഫെറ്റിനെ റീപ്ലേസ് ചെയ്ത് വരച്ചു. ദെൻ RG വരയ്ക്കും. RG എന്ന് പറയുന്നത് ഗേറ്റിനും സോഴ്സിനും
ഗ്രൗണ്ടിനും അക്രോസ് ആണ്. സോ ഇവിടെ നമുക്ക് ആർ ജി എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ വരയ്ക്കാം. സോ ദിസ് റെസിസ്റ്റൻസ് ഈസ് ആർ ജി. ദെൻ ആർ ജി വരച്ചു. ദെൻ സി എസ് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ്. അപ്പോൾ സി എസ് ഷോർട്ട് സർക്യൂട്ട്, ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്, നമ്മുടെ സ്മോൾ സിഗ്നൽ ഇൻപുട്ട് എന്ന് പറയുന്നത് വി ഐ ആണ്. സോ അത് ഗേറ്റിനും ഗ്രൗണ്ടിനും അക്രോസ് വരയ്ക്കണം. സോ അതും വരച്ചു. സോ ദിസ് ഇസ് ദ ഇൻപുട്ട്. കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ദെൻ ദിസ് ഇസ് ദ ഇൻപുട്ട് അപ്ലൈഡ് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് ദ ഗ്രൗണ്ട്. സോ ദിസ് ഇസ് വി ഐ. ദെൻ നമുക്കിനി ഡ്രെയിൻ സൈഡിലോട്ട് വരാം. ഡ്രെയിൻ സൈഡിൽ വരുമ്പോൾ ബി ഡി ഡി സപ്ലൈ വോൾട്ടേജസ് എല്ലാം നമുക്കറിയാം, ബയാസിങ് വോൾട്ടേജസ് എല്ലാം നമുക്ക് ഗ്രൗണ്ട് ചെയ്യണം. സോ ഇവിടുന്ന് ഡ്രെയിനിൽ നിന്നും ആർ ഡി ഗ്രൗണ്ടിലേക്ക്, സോ ഇത് ഗ്രൗണ്ട് ചെയ്യണം. ബി ഡി ഡി എന്ന് പറയുന്നത് ഗ്രൗണ്ട് ചെയ്യണം. സോ ഡ്രെയിനിൽ നിന്നും ആർ ഡി ഗ്രൗണ്ടിലേക്കാണ്. സോ ദിസ് ഇസ് ദ ഡ്രെയിൻ ടെർമിനൽ. സോ ഡ്രെയിൻ ടെർമിനലിൽ നിന്നും ആർ ഡി എന്ന് പറയുന്ന റെസിസ്റ്റർ ഗ്രൗണ്ടിലേക്ക്. സോ ദിസ് ഇസ് ആർ ഡി. സോ ബി ഡി ഡി ഗ്രൗണ്ടാണ്. ദെൻ ഇവിടെ നോക്കുവാണെങ്കിൽ ഡ്രെയിനിൽ നിന്ന്, ഇത് ഷോർട്ട് സർക്യൂട്ടാണ്, ഡ്രെയിനിൽ നിന്നും ആർ എൽ എന്ന് പറയുന്ന റെസിസ്റ്റർ ഗ്രൗണ്ടിലേക്ക്. സോ നെക്സ്റ്റ് ഈസ് ഫ്രം ഡ്രെയിൻ ആർ എൽ ടു ഗ്രൗണ്ട്. ദെൻ ആ ആർ എല്ലിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. ഔട്ട്പുട്ടും ഗ്രൗണ്ടിനും ആർ എല്ലിനും അക്രോസ് ആണ്, അല്ലെങ്കിൽ ആർ എല്ലിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ഔട്ട്പുട്ട് വാല്യൂ. സോ ഇത്രയും വരച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്മോൾ സിഗ്നൽ ഇക്വലൻറ്റ് സർക്യൂട്ട്. സോ ദിസ് ഇസ് ദ സ്മോൾ സിഗ്നൽ ഇക്വലൻറ്റ് സർക്യൂട്ട്, ഇക്വലൻറ്റ് സർക്യൂട്ട് ഓഫ് കോമൺ സോഴ്സ് ആംപ്ലിഫയർ. സോ കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചു. ഇനി നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്യണം. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഗേറ്റിൽ നിന്ന് നമ്മൾ നോക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ് ആണ്. ദെൻ ഡ്രെയിൻ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുന്ന റെസിസ്റ്റൻസ് ആണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ നോട്ട്. സോ ദിസ് ഈസ് ആർ സീറോ ആൻഡ് ദിസ് ഈസ് ആർ ഐ. സോ നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും അതുപോലെ തന്നെ വോൾട്ടേജ് ഗെയിനും, അതായത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് വാല്യൂവും നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. സോ നമുക്ക് ആദ്യം ഇൻപുട്ട് റെസിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യാം. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ്, സോ അത് ഡയറക്റ്റ്ലി ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ്, സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പം നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ജി ആണ്. സോ ആർ ഐ, ഇൻപുട്ട് റെസിസ്റ്റൻസ് ആർ ഐ ഈസ് ഈക്വൽ ടു ആർ ജി. സോ സ്മോൾ സിഗ്നൽ ഇക്വലൻറ്റ് മോഡലിൽ നിന്ന് തന്നെ നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമുക്ക് വോൾട്ടേജ് ഗെയിൻ മെഷർ ചെയ്യാം. വോൾട്ടേജ് ഗെയിൻ, സോ വോൾട്ടേജ് ഗെയിൻ മീൻസ് represented by AV. AV എന്ന് പറയുന്ന ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. സോ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്ന് ആദ്യം മെഷർ ചെയ്യാം. സോ ഔട്ട്പുട്ട് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെ 3 റെസിസ്റ്റൻസ് പാരലായിട്ടുണ്ട്, R0, RD ആൻഡ് RL. ഈ 3 റെസിസ്റ്റൻസും പാരലാണ്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് GM VGS ആണ്. നമ്മൾ ഇക്വലൻറ്റ് സർക്യൂട്ട് പഠിച്ചപ്പോൾ ആ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് GM VGS ഉണ്ട്. സോ അതാണ് നമ്മുടെ ID എന്ന് പറയുന്നത്, ഡ്രെയിൻ കറണ്ട്. സോ ഈ GM VGS ഇൻറ്റു, സോ അത് ഡയറക്ഷൻ റിവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് വി ഔട്ട് മൈനസ് GM VGS, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് GM VGS ഇൻറ്റു അവിടെ ഉള്ള ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും, R0 പാരലൽ, RD പാരലൽ, RL. സോ ഇതാണ്, ഇതിനെ നമുക്ക് R0 വെച്ചിട്ടോ അല്ലെങ്കിൽ സ്മോൾ RD വെച്ചിട്ടോ റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി R0 എന്താണെന്ന് പറഞ്ഞതാണ്. സോ R0 പാരലൽ, RD പാരലൽ, RL. സോ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടി. സോ ദിസ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ദെൻ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് കൂടെ നോക്കാം. ഇൻപുട്ട് വോൾട്ടേജ് VI. സോ ഇൻപുട്ട് സൈഡിൽ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ ഇതിന് പാരലായിട്ട് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് VGS ആണ്. സോ VI ക്യാൻ ബി റിട്ടൺ ആസ് VGS. സോ VI ഈസ് ഈക്വൽ ടു VGS. Then voltage gain AV is equal to V out by VI, that is minus GM VGS into R0 parallel RD parallel RL.
ഡിവൈഡഡ് ബൈ വി ഐ എന്ന് പറയുന്നത് വി ജി എസ് ആണ്. സോ ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ മൈനസ് ജി എം ഇൻറ്റു R0 പാരലൽ ആർ ഡി പാരലൽ ആർ എൽ. ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഗെയിൻ്റെ എക്സ്പ്രഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. ദെൻ നമുക്ക് അടുത്ത ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് മീൻസ് ലുക്കിംഗ് ഇൻ ടു ദ ഡ്രെയിൻ. സോ ഡ്രെയിൻ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ R0യുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം RL എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന റെസിസ്റ്റൻസ് R0യും ആർ ഡി ആണ്. R0 ആർ ഡിയും പാരലാണ്. സോ വി ക്യാൻ റൈറ്റ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് Rout is equal to RD parallel RD. സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. സോ നമ്മളൊരു കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻ്റെ സ്മോൾ സിഗ്നൽ അനാലിസിസ് ആണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അനാലിസിസിന് വേണ്ടുന്ന എന്തൊക്കെയാണ് അസംഷൻസ് എന്നുള്ളത്, അസംഷൻസ് അല്ല, അതിൻ്റെ നെസസറി ആയിട്ടുള്ള ചില കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ദെൻ നമ്മളതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചു. ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചിട്ട് നമ്മളതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്തു. ദെൻ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്തു. ദെൻ അതുപോലെ തന്നെ വോൾട്ടേജ് ഗെയിനും ഡിറ്റർമിൻ ചെയ്തു. വോൾട്ടേജ് ഗെയിൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. സോ ആ വാല്യൂ കിട്ടി. ദെൻ ആ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആർ ഡി പാരലൽ ആർ ഡി എന്നും നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. സോ ഇത്രയാണ് നമുക്ക് കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻ്റെ അനാലിസിസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് കോമൺ സോഴ്സ് സ്റ്റേജ് വിത്ത് ഡയോഡ് കണക്റ്റഡ് ലോഡ്, അതുപോലെ തന്നെ കോമൺ സോഴ്സ് വിത്ത് കറണ്ട് സോഴ്സ് ലോഡ്, ഇങ്ങനെ രണ്ട് അനാലിസിസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.